നമ്മൾ ഇടുക്കി കളക്ടറെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം കുറച്ച് കൊച്ചു മക്കള് നല്ലത് കുടുക്ക അവരൊക്കെയൊക്കെ ചെറിയ ചെറിയ സമ്പാദ്യമാണ്. ആ സമ്പാദ്യങ്ങളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. വയനാടിന് ഒപ്പം നിൽക്കാൻ, വയനാടിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഏത് സ്കൂളിൽ നിന്നാ? ഗാന്ധിജി ഇംഗ്ലീഷ് ആവണി. ഇത് രണ്ടുപേരും കൊടുക്കുക. ഇത് ആരുടെയും കൊടുക്കുക? എന്തിനായിരുന്നു ഇത് കൊടുത്തു വെച്ചിരുന്നത്? വയനാടിന് കൊടുക്കാൻ വേണ്ടി. വയനാടിന് കൊടുക്കാൻ വേണ്ടി തന്നെ തിരിച്ചാണ് കൊടുക്കാനാണ് വന്നത്. എന്തായിരുന്നാലും അവര് നേരിട്ട് ഏൽപ്പിക്കാൻ വന്നതാണ്. നമുക്ക് അകത്തേക്ക് കുടുക്കകളുമായി കയറി വന്ന കുട്ടികളോട് കളക്ടറുടെ ചോദ്യം, എന്തിനാണ് വന്നത്? വയനാടിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന സഹായവുമായി എത്തിയതെന്ന കുരുന്നുകളുടെ മറുപടി. വയനാടിന് എന്തു സംഭവിച്ചു എന്നതാണ് കളക്ടറുടെ അടുത്ത ചോദ്യം. എല്ലാം ഉരുൾപൊട്ടി നശിച്ചു പോയെന്ന കുട്ടികൾ. പക്ഷേ ഈ കുരുന്നുകളുടെ കയ്യിലിരുന്ന കുടുക്കകൾ മാത്രമായിരുന്നില്ല. ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് കണ്ടെത്തിയ 1,21,671 രൂപയാണ് ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമല്ല, സമൂഹത്തിൽ മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും സഹായിക്കണം. കുരുന്നുകളുടെ പ്രവർത്തനം മാതൃകാപരമെന്നും ജില്ലാ കളക്ടർ. നമുക്ക് ഈ കുട്ടികൾ ഇത്ര ചെറുപ്പം തൊട്ട് എല്ലാവരും അത്ര ആക്റ്റീവായിട്ട് വന്ന് കൊടുക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ മനനിറവുണ്ട്. ഇതുപോലെ എപ്പോഴും സൊസൈറ്റിക്ക് ഒരു റെസ്പോൺസിബിളായിട്ട് നമ്മളെ കുട്ടികൾ ഉണ്ടാവുന്നുള്ള ഉറപ്പുണ്ട്. ദുരന്തം സമയത്തിൽ മാത്രമല്ല, ഏത് സമയത്തും നമുക്ക് മറ്റവർക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കണം. സംസ്ഥാനത്തെ ഏക ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂൾ കൂടിയാണ് ശാന്തിഗ്രാം സ്കൂള്. കുരുന്നുകൾ മുതൽ ഓരോ മനുഷ്യരും വയനാടിനു വേണ്ടി കൈകോർക്കുമ്പോൾ വീണ്ടും സാംസ്കാരിക കേരളം ആവർത്തിക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ മാതൃക. വയനാടിനൊപ്പം ഇടുക്കിയിലെ ഓരോ കുഞ്ഞു മനസ്സുകളും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇനിയും കുടുക്കകളിലെ ചില്ലറത്തുട്ടുകൾ അവർ ഈ കളക്ടറേറ്റിലേക്ക് എത്തിക്കും, അവരുടെ പുനരധിവാസം സാധ്യമാകുന്നതുവരെ. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.